ഇവിടെ ഒരുത്തൻ അവന്റെ ഫ്ലാറ്റിലേക്ക് കയറാൻ പോയതും കോറിഡോറിൽ ഒരു പെയിന്റിംഗ് കണ്ടു. അതിലെ പെയിന്റ് ഇതുവരെ ഉണങ്ങാത്തത് കണ്ട് ക്യൂരിയോസിറ്റി കാരണം അവൻ ആ പെയിന്റിംഗിൽ തൊട്ടു. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പിന്നീട് ആ പെയിന്റ് അവന്റെ വിരലിൽ നിന്ന് പോകുന്നില്ല. അടുത്ത ദിവസം ഉറക്കം എണീറ്റപ്പോൾ ആ പെയിന്റ് കുറച്ചുകൂടി സ്പ്രെഡ് ആയിരിക്കുന്നു. മാത്രവുമല്ല വിരലിന്റെ ഉള്ളിൽ നിന്ന് അവ്യക്തമായ ശബ്ദങ്ങളും കേൾക്കുന്നു. തന്റെ റൂംമേറ്റിനോടും ശബ്ദം കേൾക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് സാധനമാ കൂട്ടിയിട്ട് കത്തിച്ചതെന്ന് ചോദിച്ച് റൂമി ഊക്കി വിട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൻ തേരാപ്പാര നടക്കുമ്പോൾ ഫ്ലാറ്റിലെ ക്ലീനിങ് ലേഡി അവന്റെ കയ്യിലെ കളർ കണ്ട് വേഗം തന്നെ കളറായ പാർട്ട് മുറിച്ചു കളയാൻ പറയാണ്. ഈ തള്ളയ്ക്ക് പ്രാന്താന്ന് പറഞ്ഞ് അവനത് മൈൻഡ് ആക്കിയില്ല. അടുത്ത ദിവസം കൈ മുഴുവനെ കളർ സ്പ്രെഡായി. കൂടെ അവ്യക്തമായ ശബ്ദം ഇപ്പോൾ അസഹനീയമായിരിക്കുന്നു. അവൻ നേരെ കത്തിയും പിടിച്ച് ക്ലീനിങ് ലേഡിയോട് പോയി ഇതെല്ലാം ഒരു പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു. 20 വർഷങ്ങൾക്ക് മുന്നേ ഇതേ പെയിന്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ക്ലീനിങ് ലേഡി പെയിന്റിംഗിൽ തൊട്ട് കുറച്ച് അവരുടെ അനിയത്തിയുടെ മുഖത്തും വാരി തേച്ചു. അവർക്ക് രണ്ടാൾക്കും പിന്നീട് ആ പെയിന്റ് മായ്ക്കാൻ കഴിഞ്ഞില്ല. ക്ലീനിങ് ലേഡി അവരുടെ കൈ അറുത്തു മാറ്റി. അനിയത്തിയെ പിന്നീട് കാണാതായി. ഇതേ സമയം ആ പെയിന്റിംഗിന്റെ ഉള്ളിൽ അനിയത്തിയുടെ രൂപം വന്നു. ഇത് കേട്ട് അവൻ ആ പെയിന്റിംഗ് നശിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ഈ പെണ്ണുപിള്ള അതിന് സമ്മതിച്ചില്ല. കാരണം തന്റെ അനിയത്തി ആ പെയിന്റിംഗിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെന്ന് അവര് വിശ്വസിച്ചു. വൈകാതെ തന്നെ അവന്റെ ശരീരം മുഴുവൻ പെയിന്റ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അവൻ കണ്ണടച്ച് തുറന്നതും ആ പെയിന്റിംഗിലെ സ്ഥലത്തേക്ക് അവൻ എത്തപ്പെട്ടു. വേറെ വഴിയില്ലാതെ അവൻ അവന്റെ കൈ മുറിച്ചു മാറ്റി. ഇതേ സമയം അവന്റെ റൂമിൽ ആ പെയിന്റിംഗ് ശ്രദ്ധിക്കുകയാണ്. അതിലെ ആ ചുവന്ന വെറ്റ് പെയിന്റ് കണ്ട് അവൻ അതിൽ തൊട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം അവനും പടമായി.